എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ 45 വർഷത്തിനു മുമ്പുള്ള ചില വസ്തുതകളാണ് ഞാൻ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത്. അതായത് 45 വർഷത്തിനു മുൻപ് UAE-യിൽ മതിയായ രേഖകളില്ലാതെ പായ്വഞ്ചികളിൽ UAE-യുടെ പല ഭാഗത്തും ചെന്നെത്തിയവരാണ് ഇന്ന് അവിടെ ഉള്ളവർ ഏറിയ പങ്കും. എന്നാൽ കാലങ്ങൾ കൊണ്ട് അവർ ട്രാവൽ ഡോക്യുമെൻറ്റ്സൊക്കെ ചെയ്യാനുള്ള സൗകര്യങ്ങൾ അവർക്കുണ്ടായി. അത് എമിറേറ്റ്സിലുള്ള എല്ലാ ഭരണാധിപന്മാരും അതിനുവേണ്ട സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. വളരെ നല്ലൊരു കാര്യമാണ് അവർ ചെയ്തിരുന്നത്. ഇവിടെ ഞാൻ ഈ 45 വർഷത്തെ കഥകൾ നിങ്ങളിലേക്ക് കൊണ്ടുവരേണ്ട പ്രധാന കാരണം, ഇന്ന് നമ്മൾ ഭായിമാരെന്ന് പറഞ്ഞ് നടക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ, ബീഹാർ, ബംഗാൾ, നേപ്പാൾ, ഒറീസ ഇവിടങ്ങളിൽ നിന്നും വന്ന് പണി ചെയ്യുന്ന പലരെയും നാം കാണുന്നുണ്ട്. അവർ നമുക്ക് കാണാം, രാവിലെ വളരെ പരിമിതമായ സൗകര്യങ്ങളിൽ 5 പേർ താമസിക്കേണ്ട സ്ഥലത്ത് 15 പേർ താമസിക്കുകയും രാവിലെ 4 മണിക്ക് ഉണർന്ന് അവർക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ആഹാരം പാചകം ചെയ്ത് ജോലിക്ക് ആൾക്കാരെ വിളിക്കാൻ വരുന്ന ചില കവലകളിൽ അവിടെ പോയി നിന്നാൽ ജോലിക്ക് ആവശ്യമുള്ള പണിക്കാരെ ആവശ്യമുള്ളവർ വന്ന് കൂട്ടിക്കൊണ്ടുപോകും. അതാണിപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. വളരെ പരിമിതമായ സൗകര്യം നിന്ന് അവർ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് അവരുടെ നാട്ടിലേക്ക് അവരുടെ ക്യാഷ് അയക്കുന്നു. ഒരു വ്യത്യാസമാണ്. ഇന്ന് ഇവർക്കുള്ള ചില അടിസ്ഥാന സൗകര്യങ്ങൾ അന്ന് UAE-യിലില്ലായിരുന്നു. പ്രധാനമായും അവർക്ക് എന്തെങ്കിലും അവരുടെ ശമ്പളമോ എന്തെങ്കിലും നാട്ടിൽ അയക്കണമെങ്കിൽ വെള്ളിയാഴ്ച ഒരു ദിവസങ്ങൾ മാത്രമായിരിക്കും അവർ ഈ എക്സ്ചേഞ്ച് ഓഫീസുകളിൽ പോയി നീണ്ട ക്യൂവിൽ നിന്ന് ഡ്രാഫ്റ്റ് എടുത്ത് അപ്പോൾ തന്നെ പോസ്റ്റ് ഓഫീസ് മൂലം അവർക്ക് നാട്ടിൽ പൈസ അയക്കാൻ സാധിക്കുന്നത്. അങ്ങനെയായിരുന്നു. എന്നാൽ ഇന്ന് UPI സൗകര്യം കാരണം ലോകത്തിൻ്റെ ഏത് ഭാഗത്തും നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ എക്സ്ചേഞ്ചിലൊക്കെ പോയോ ബാങ്കിൽ പോയോ ഡ്രാഫ്റ്റ് എടുക്കേണ്ട കാര്യമില്ല. ഇതിൽ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചാണ് അവർ അവിടെ എത്തിയതും. ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചായിരുന്നു അവരവിടെ ജോലി ചെയ്തു കുടുംബത്തിനെ പോറ്റാൻ വേണ്ടി അവിടെ പരിശ്രമിച്ച്. ഇത് 45 വർഷത്തിൻ്റെ മുമ്പുള്ള കഥകൾ. ഇപ്പോഴത്തെ കഥകളല്ല. ഇപ്പോൾ പോണത് നമുക്ക് പോകാൻ എല്ലാം വൈറ്റ് കോളേഴ്സ്, മോസ്റ്റ്ലി വൈറ്റ് കോളേഴ്സ് ജോബാണ്. അതിലും ഉപരി ഇന്ന് ഓരോ ദിവസവും ആവശ്യത്തിലധികം ഫ്ലൈറ്റുകളും അവിടേക്കുണ്ട്. അന്ന് 10, 15, 20 ദിവസങ്ങളും യാത്ര ചെയ്താണ് പടവുകൾ അവിടെ എത്തിയത്. വളരെ ശോചനീയമായ അവസ്ഥയാണ്. അന്ന് ആ കൂട്ടത്തിലുള്ള ഒരു ചിലർ ബൂഫിയ അല്ലെങ്കിൽ ബക്കാൽ, ഈ ബൂഫിയ എന്ന് പറഞ്ഞാൽ ചെറിയ ചായക്കട, ബക്കാൽ എന്ന ചെറിയ സ്മാൾ ഗ്രോസറി ഷോപ്പ്, അങ്ങനെ ചെറിയ ചെറിയ കടകൾ തുടങ്ങിയതിൽ ദീർഘവീക്ഷണമുള്ളവർ അതിനെ അവർ പരിശ്രമിച്ച് വലുതാക്കി ഇന്ന് നാം അറിയുന്ന പല കോടീശ്വരന്മാരും അങ്ങനെ തുടക്കം കുറിച്ച്. അവരല്ലെങ്കിലും അവരുടെ ഉപ്പമാരോ അല്ലെങ്കിൽ ഉപ്പാപ്പന്മാരോ അവരുടെ അപ്പൂപ്പന്മാരോ അവരൊക്കെ തുടങ്ങി വച്ച ഇതിൽ ഇവരെ കൂട്ടി ഇവിടെ ഉള്ള വിദ്യാഭ്യാസമുള്ളവരെ അവരോടൊപ്പം കൂട്ടി അവരുടെ ദീർഘവീക്ഷണത്തിലൂടെ അവർ അധ്വാനിച്ച് ഇന്ന് നമുക്കറിയാം, കേരളത്തിൽ പല മേഖലകളിലും കേരളത്തിലുള്ളവർ ഗൾഫ് നാടിൽ അവരുടെ ബിസിനസ് സാമ്രാജ്യം സ്ഥാപിച്ചു കഴിഞ്ഞു. ലോക നിലവാരത്തിൽ അവർക്ക് എത്തപ്പെടാൻ സാധിച്ചു. അതിൽ നമ്മൾ പ്രൗഡാണ്. വി ആർ ഹാപ്പി ഫോർ ദാറ്റ് വൺ. എന്നാൽ അവർ പെട്ടെന്ന് പൊങ്ങി വന്നുള്ള വർഷങ്ങളുടെ സഹനശക്തിയും അധ്വാനവുമാണ് അവരെ ഇത്ര വളരെ വളർത്തിയത്. എന്നാൽ ഇന്നത്തെ പലരും അവർ മാനേജ് ചെയ്യുന്ന ബിസിനസ്സുകൾ അവർ കഷ്ടപ്പെടുത്തുന്നത്
കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ല. അതിൽ ചിലർ അതിനെ അവരുടെ പൂർവികർ അവരുടെ ഓർമ്മയ്ക്കായി അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ പ്രസ്ഥാനം നിലനിർത്താൻ വേണ്ടി അവരിന്നും രാപകൽ വർക്ക് ചെയ്യുന്നു. അവർ അതിൻ്റെ ബെനിഫിറ്റ് അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നു. ഞാൻ ഇതിൽ ഇങ്ങനൊരു കുഞ്ഞു കഥ പറയാൻ കാരണം ഇതിൻ്റെ പിന്നിൽ പല കഥകളുമുണ്ട്. 45 വർഷം മുമ്പുള്ള കഥകൾ. അന്ന് അധ്വാനിച്ച് എല്ലാം കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് അവസാനം ഇത് തിരിച്ചു വന്ന ഒട്ടനവധി ആൾക്കാരുണ്ട്. പക്ഷേ ഈ തിരിച്ചു വന്നവരിൽ പലരും ഇന്ന് വളരെ ശോചനീയമായ അവസ്ഥയിലാണ് കഴിയുന്നത്. കാരണം അവർക്ക് ദീർഘവീക്ഷണമില്ലായിരുന്നു. കിട്ടുന്നതെല്ലാം നാട്ടിലയക്കുമായിരുന്നു. നാട്ടിലുള്ള മക്കളോ ഭാര്യയോ അവരൊരിക്കലും കരുതിയിരുന്നിരിക്കില്ല ഒരിക്കൽ ആ കഷ്ടപ്പെടുന്ന ഒരു വ്യക്തി വരണം, അദ്ദേഹത്തിനൊരു റിട്ടയർമെൻറ്റ് ലൈഫ് ഉണ്ടാകും, അദ്ദേഹത്തിന് സുഖസൗകര്യങ്ങളുണ്ടാകും, വേദനിച്ചതിൻ്റെ ഒരു സാന്ത്വനമായി എല്ലാ പരിചരണങ്ങളും നമ്മൾ കൊടുക്കണം. അങ്ങനെ കൊടുക്കാത്ത ഒട്ടനവധി പേരുണ്ട്. ദുഃഖമെന്ന് പറയട്ടെ, അവർ അവിടെ പോയി കഷ്ടപ്പെട്ട് എല്ലാം ഉണ്ടാക്കി നാട്ടിലേക്ക് അയച്ചപ്പോൾ നാട്ടിലുള്ള ഭാര്യയോ മക്കളോ പലരും ആ പാവം പിടിച്ചവരെ മറന്നുപോയി. അങ്ങനെ ഒട്ടനവധി കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാം, ബുദ്ധിമുട്ടാണ്. ഒന്ന് മനസ്സിലാക്കുക, ഇന്ന് ബംഗാളികൾ, ഈ ഭായിമാർ ഇവിടെ എത്ര സൗകര്യത്തിൽ ജീവിക്കുന്നു, അതിനേക്കാളും ഒട്ടും സൗകര്യമില്ലായ്മ, വളരെ വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ കൂടി അവരവിടെ കഷ്ടപ്പെട്ടവരാണ്. അവർക്കവിടെ കഷ്ടിച്ച് ഫാൻ കാണും, എ സി ഒന്നും ഉണ്ടാവില്ല. കാരണം വളരെ ബുദ്ധിമുട്ടായിരിക്കും. ബുദ്ധിമുട്ടിയാണ് അവർ ഓരോ കുടുംബത്തിന് വേണ്ടി പലതും ക്ഷണിച്ചത്, പലതും ചെയ്തത്. എന്നാൽ ആരും അറിയുന്നില്ല. പലരും അത് വിസ്മരിക്കപ്പെട്ടു. സാരമില്ല, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. എന്നാൽ ഇന്ന് നാം കളിയാക്കുന്നവർ പറഞ്ഞുകൊണ്ട് ഭായിമാർ, അവർ എന്ത് കഷ്ടപ്പെട്ട് എന്തായിരുന്നാലും അവർ ഏറ്റവും അന്ന് നമ്മുടെ നാട്ടിൽ നിന്നും പോയവർ കുടുംബത്തിന് വേണ്ടി എങ്ങനെ കഷ്ടപ്പെട്ടു, അതേപോലെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടാനാണ് ഇന്നത്തെ അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലെത്തിയിരിക്കുന്നത്. അവർ വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്നു. എന്നാൽ ഇന്ന് കേരളത്തിൽ വർക്ക് ചെയ്യാൻ കേരളീയർ തയ്യാറല്ല. കാരണം അവരെല്ലാം വൈറ്റ് കോളേഴ്സായിപ്പോയി. കാരണം അവരുടെ പേരൻസ് അവരുടെ മക്കളെ ബുദ്ധിമുട്ട് പഠിപ്പിച്ചില്ല. അവർ ബുദ്ധിമുട്ടാതെ അവരെ പഠിപ്പിച്ചത് സായിപ്പിൻ്റെ ഭാഷ പഠിപ്പിക്കാനും ടൈയും കോട്ടും ഇട്ട് യൂണിഫോമൊക്കെ ഇട്ട് പിള്ളേരെ ബസ്സിൽ കയറ്റി മുട്ടക്കോഴികളെ പോലെ എ സി ബസ്സിൽ കയറ്റി അവർക്ക് ഉന്നത വിദ്യാഭ്യാസം കൊടുക്കാൻ പഠിപ്പിക്കുന്നു. അവസാനം ഇവർ ചെന്നെത്തുന്നത് ഏതെങ്കിലും ട്രാവൽ ഏജൻസി അല്ലെങ്കിൽ ഏതെങ്കിലും കോളേജിൻ്റെ ഒരു പഠിക്കൽ ചെന്ന് അവർ കൊടുക്കുന്ന ഫാൾസ് വാഗ്ദാനങ്ങൾ കേട്ട് ഉള്ള കിടപ്പാടവും പണയം വഹിച്ച് മറ്റു രാജ്യങ്ങളിൽ പോയി. അവരുടെ കഥ ഞാൻ പിന്നാലെ ഒരു ദിവസം പറയാം. അവരും ഇന്ന് ഈ ഭായിമാർ ഏത് രീതിയിൽ കഷ്ടപ്പെട്ട് എത്ര ഇതിൽ കഴിയുന്നോ അതിനേക്കാളും ശോചനീയമായ അവസ്ഥയിൽ ഇന്ന് ഇവിടെ നിന്ന് വൈറ്റ് കോളർ ജോലിക്കെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഉപരിപഠനത്തിന് പോയെന്ന് പറയുന്നവർ കഷ്ടപ്പെടുന്നത് വളരെ മോശമാണ്. പക്ഷേ നാട്ടിലാരും അതും അറിയുന്നില്ല. ഞാൻ മറ്റൊരു വീഡിയോയിൽ തീർച്ചയായിട്ടും ഞാൻ അതിനെപ്പറ്റി പ്രതിപാദിക്കും. ഇവിടെ ഞാൻ പ്രധാനമായി പറയുന്നത്, ഒരിക്കൽ കൂടി ഇന്ന് കാണുന്ന സുഖസൗകര്യങ്ങൾ അന്ന് 45 വർഷത്തിന് മുമ്പ് കഷ്ടപ്പെട്ടവർ ഇപ്പോൾ ഏതാണ്ട് നല്ല പ്രായമായി കാണും. അവരുടെ ഒരു സർവേ എടുത്തു കഴിഞ്ഞാൽ എത്ര പേര് ഇന്നും ആഹാരമില്ലാതെ വീട്ടിൽ നിന്ന് പുറന്തള്ളപ്പെട്ട് കുഞ്ഞുങ്ങൾ നോക്കാതെ കഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. ഇന്നത്തെ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ എങ്ങനെയാണ് അവർ രാവിലെ ആഹാരം പാചകം ചെയ്ത് പൊതിച്ചോറുമായി അല്ലെങ്കിൽ പാത്രവുമായി അവർ വഴിവക്കിൽ കവലകളിൽ കാത്തു നിന്ന് ജോലി ആൾക്കാർ വിളിക്കട്ടെ എന്ന് അവർ നോക്കി നിൽക്കുന്ന ഒരിത്. അവരെ പോലെയാണ് ഇന്ന് നമ്മൾ ബംഗാളികളെ കാണുന്നത്. അതിനേക്കാളും ശോചനീയമായ രീതിയിലായിരുന്നു അന്നത്തെ മലയാളികൾ പലയിടത്തും പോയി ജോലിക്ക് വേണ്ടി കാത്തു നിന്ന് രാത്രിയും പോലില്ലാതെ കഷ്ടപ്പെട്ട് പിള്ളേരെ പഠിപ്പിച്ച് കുടുംബത്തെ നല്ല രീതിയിലാക്കി അവർ അതിനു വേണ്ടി കഷ്ടപ്പെട്ട ഒരാളായിരുന്നു. ആ കഷ്ടപ്പാടിൻ്റെ വിലയറിയുന്ന മക്കൾ അവർ വളർന്നുകൊണ്ട് തന്നെ ഇരിക്കും.
ആ കഷ്ടപ്പാടിൻ്റെ വില അറിഞ്ഞ ഭർത്താവിൻ്റെ കഷ്ടപ്പാടിൻ്റെ വില അറിഞ്ഞ ഭാര്യ ഒരിക്കലും ഭർത്താവിനെ പുറന്തള്ളപ്പെടില്ല. എന്നാൽ ഇപ്പോൾ അതൊക്കെ സംഭവിക്കുന്നു. അന്യനാട്ടിൽ പോയി കഷ്ടപ്പെട്ട് വരുന്നവർക്ക് വേണ്ട സഹായവും അവർക്ക് വേണ്ട ഒരു സന്തോഷവും കൊടുക്കാൻ എത്ര പേർക്ക് സാധിച്ചു, എത്ര പേർക്ക് സാധിച്ചില്ല എന്ന് നമുക്ക് കണ്ടറിയാൻ പറ്റും. ഇന്ന് കൂടുതലും ഈ റോഡിൽ അലഞ്ഞു തിരിയുന്നവരെ മുൻകാലങ്ങളിൽ ഏതെങ്കിലും ഒരു ഗൾഫ് കൺട്രിയിൽ കഷ്ടപ്പെട്ടവരായിരിക്കും. അവരെക്കുറിച്ച് ആരും അറിയുന്നില്ല. മക്കൾ എവിടെയെങ്കിലും പുറത്തായിരിക്കും, പുറം രാജ്യത്തായിരിക്കും. അവർ എന്തെങ്കിലും കൊടുക്കുന്ന ഒരു യാചകന് ഭിക്ഷ കൊടുക്കുന്നത് പോലെ എന്തെങ്കിലും കൊടുക്കും. അത് കൊടുത്താൽ അധികം എന്തെങ്കിലും ആവശ്യം ചോദിച്ചാൽ കണക്ക് ചെയ്തിരിക്കുന്ന കുറച്ച് മക്കളും അങ്ങനെയാണ് ഇന്ന് ലോകം മാറിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള മക്കൾക്ക് എപ്പോഴെങ്കിലും ഒരു സാഹചര്യമുണ്ടാകും, തന്തയെയോ തള്ളയോ ഒന്നും അന്വേഷിക്കാതെ അവരുടെ സ്വന്തം ഇഷ്ടത്തിന് അവർ ജീവിച്ചാൽ എപ്പോഴും അതൊരു ജീവിതമായിരിക്കില്ല. ഞാൻ ഇത് പറയുന്നതിൻ്റെ പ്രധാന കാരണം ഇന്നത്തെ കുട്ടികൾ ഒത്തിരി മാറാനുണ്ട്. മാതാപിതാക്കളെ ഓർക്കേണ്ട ആവശ്യമാണ്. അവർ കഷ്ടപ്പെട്ട് കുട്ടികളെ വളർത്തിയതാണ്. അവരെ എപ്പോഴും മാറോട് ചേർത്ത് പിടിക്കുക. ഈശ്വരൻ അവരെ സഹായിക്കും. അല്ലാത്തവരുടെ ശിക്ഷ വളരെ ശോചനീയമായിരിക്കും. ഈ ഒരു വിവരങ്ങൾ, ഈ ഒരു വീഡിയോ ഞാൻ പലപ്പോഴും ചെയ്യണമെന്ന് വിചാരിച്ചു. കാരണം പലരും പുറത്തുപോയി ജോലി ചെയ്യുന്നവർ വളരെ ശോചനീയമായ രീതിയിലാണ് അലഞ്ഞു തിരിയുന്നത്. മക്കൾ വല്ലപ്പോഴും എന്തെങ്കിലും ചെറിയൊരു സഹായം ചെയ്താൽ അതുകൊണ്ട് ജീവിക്കണം. അതല്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. എല്ലാം മാതാപിതാക്കളും ഇതൊന്ന് ഓർമ്മയിൽ വെച്ചാലും അതുപോലെ തന്നെ നല്ല കുട്ടികളും പേരൻസിനെ ഒരിക്കലും തള്ളിക്കളയരുത്. നാം ഇന്ന് കാണുന്ന ഈ ഭായിമാർ എങ്ങനെ കഷ്ടപ്പെട്ടോ അതിൽ 100 ഇരട്ടി കഷ്ടപ്പെട്ടായിരുന്നു നമ്മുടെ പൂർവികർ, നമ്മുടെ മുൻകാല ജീവിയിൽ കഷ്ടപ്പെട്ടവർ അവരുടെ കുടുംബത്തെ സമൃദ്ധിയായി ജീവിക്കാനും ആഹാരം കൊടുക്കാനും വിദ്യാഭ്യാസം കൊടുക്കാനും കഷ്ടപ്പെട്ടതെന്ന് ഓർത്താൽ. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഇന്നത്തെ ഭായിമാർ, അതായത് യൂറോപ്പിൽ കഴിയുന്ന മലയാളി ഭായിമാരെക്കുറിച്ച് ഉള്ളൊരു വീഡിയോ ഞാൻ അടുത്ത തവണ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. കാണാം വീണ്ടും. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.